വെൽക്കം ടു RK സ്റ്റോറീസ്. ഇനിയും ഈ വഴിയെ 18. കാലത്ത് മഹി എഴുന്നേൽക്കുമ്പോൾ ബാത്റൂമിൽ നിന്നും ഷവറിന്റെ ശബ്ദത്തിനൊപ്പം ഒരു മൂളിപ്പാട്ടും കേൾക്കുന്നുണ്ട്. കൈകൾ വിരിച്ചൊന്ന് മൂരി നിവർന്നുകൊണ്ട് അവൻ കിടക്കയിൽ മലർന്നു കിടന്നു. കാലത്തെ രാഗവിസ്താരം നടത്തിക്കൊണ്ടാണല്ലോ തമ്പുരാട്ടിയുടെ നീരാട്ട്. എന്താണാവോ പറ്റിയേ? എഴുന്നേറ്റ് കട്ടിലേക്ക് ചാരിയിരുന്നു കൊണ്ട് അവൻ ഓർത്തു. കുറച്ചു കഴിഞ്ഞ് ഷവറിൻ്റെ ശബ്ദം നിലച്ചെങ്കിലും മൂളിപ്പാട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. അവൻ ചുറ്റുമൊന്ന് നോക്കി. കുളി കഴിഞ്ഞ് ഉടുക്കാനുള്ള ചുവന്ന കരയുടെ സെറ്റ് സാരി കട്ടിലിൽ ഇരിപ്പുണ്ട്. കൈകൾ പിണച്ചുകെട്ടി തലയിണയാക്കി അവൻ ബാത്റൂമിന് നേർക്ക് നോക്കി. അല്പസമയത്തിനുള്ളിൽ ആമ്പൽ കുളി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. ഒരു ചുവന്ന ബ്ലൗസും പെറ്റിക്കോട്ടും മാത്രം ധരിച്ചുകൊണ്ട് ബാത്റൂമിൽ നിന്നും വെളിയിലേക്ക് വന്ന ആമ്പലിനെ അവൻ കണ്ണിമയ്ക്കാതെ നോക്കി. ഈറൻ മുടി പിന്നിൽ തോർത്തുകൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. അതിൽ നിന്നും വേർപെട്ട മുടിയിഴകൾ മുഖത്തിനിരുവശവും ചുരുണ്ടു കിടക്കുന്നത് അവളുടെ മുഖത്തിന് വല്ലാത്തൊരു ഭംഗി നൽകുന്നു. ആ മുടിയിഴകളിൽ തങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികൾ പിന്നിൽ തുറന്നു കിടക്കുന്ന ജനാലയിൽ നിന്നുള്ള സൂര്യപ്രകാശത്തിൽ ചെറുതായി തിളങ്ങുന്നുമുണ്ട്. അവൻ്റെ നോട്ടം കണ്ട് മുടിയിൽ കെട്ടിയിരുന്ന തോർത്തഴിച്ച് മാറും ആലിലവയറും മറച്ചുകൊണ്ട് അവൾ നാണത്തോടെ പുരികങ്ങളുയർത്തി അവൾ ചോദിച്ചു. ഒന്നുമില്ലെന്നവൻ ചുമലുകൾ ഉയർത്തി. കുളിക്കുന്നില്ലേ? മടി. അവൻ കിടക്കയിലേക്ക് ഊർന്ന് ചുരുണ്ടുകൂടി. പോയി കുളിക്ക് മഹിക്കുട്ട, അമ്പലത്തിൽ പോണ്ടേ? കൊച്ചുകുട്ടികളെപ്പോലെ അവനൊന്ന് ചിണുങ്ങി. അവൾ തൻ്റെ നനഞ്ഞ മുടിയിഴകൾ അവൻ്റെ മുഖത്തേക്ക് കാട്ടി കുടഞ്ഞു. അതിൽ നിന്നും തെറിച്ച വെള്ളത്തുള്ളികൾ മുഖത്ത് വീണതും അവൻ ഈർഷ്യയോടെ തല കുടഞ്ഞു. ശേ, എന്തോന്നാമ്പു നീ കാട്ടണേ? അവൻ മുഖം തുടച്ചുകൊണ്ട് കണ്ണുകൾ മിഴിച്ചു. തൊട്ടു മുന്നിൽ തലേരാത്രി ഉടുത്തിരുന്ന പാൻറ്റും ടോപ്പുമിട്ട് വാ നിറയെ പേസ്റ്റിൻ്റെ പതയുമായി ബ്രഷ് ചെയ്ത് നിൽക്കുന്ന ആമ്പൽ. അവൻ കണ്ണുകൾ തിരുമ്മി ഒരിക്കൽ കൂടി അവളെ നോക്കി. ഇല്ല, ആള് മാറിയിട്ടില്ല, ഇതവൾ തന്നെ. നനഞ്ഞ കൈ അവൾ ഇട്ടിരുന്ന ഉടുപ്പിൽ തുടക്കുന്നത് കണ്ടതും മനഃപൂർവ്വം തൻ്റെ മുഖത്തേക്കവൾ വെള്ളം തളിച്ചതാണെന്ന് അവനു മനസ്സിലായി. അപ്പോൾ ആ ചുവന്ന ബ്ലൗസ്, പെറ്റിക്കോട്ട്, ആലില വയർ, വെള്ളം തുളുമ്പുന്ന ആ മുടിയിഴകൾ, ശോ, എല്ലാം വെറും സ്വപ്നമായിരുന്നളിയാ. സ്വയം പരിതപിച്ചുകൊണ്ട് അവൻ കിടക്കയിൽ തല്ലി. എന്തോന്നോടാ ആ കിടക്ക തല്ലി പൊളിക്കുന്നത്? സമയം 7 വേഗം എഴുന്നേറ്റ് റെഡിയാകാൻ നോക്ക്, ഇല്ലേ അച്ഛനിപ്പോൾ വരും, അമ്പലത്തിൽ പോണ്ടേ? അമ്മാവൻ്റെ കാര്യം കേട്ടതും സ്വപ്നം മറന്ന് ചാടി എഴുന്നേറ്റവൻ ബാത്റൂമിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. അടഞ്ഞ വാതിലിന് നേർക്ക് നോക്കി ചിരിച്ചിട്ട് ആമ്പൽ പല്ല് തേച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി റെഡിയായ ശേഷം മഹി കണ്ണാടിയിൽ ഒരിക്കൽ കൂടി ഒന്ന് നോക്കി. ചെങ്കല്ലിൻ്റെ നിറമുള്ള ഷർട്ടും അതേ നിറത്തിൻ്റെ കരയുള്ളൊരു മുണ്ടുമാണ് അവൻ ഉടുത്തിരുന്നത്. കൊള്ളാം. സ്വയം ഒന്ന് അഭിനന്ദിച്ചിട്ട് തിരിഞ്ഞപ്പോൾ ആമ്പൽ വാതിൽക്കൽ നിൽപ്പുണ്ടായിരുന്നു. ചുവന്ന ബ്ലൗസും അതേ കരയുള്ള സെറ്റുസാരിയും ഉടുത്ത് മുടി കുളിപ്പിന്നലിട്ട് നിന്നിരുന്ന അവളെ കണ്ടതും അവൻ്റെ മുഖമൊന്നു ചുളിഞ്ഞു. എന്തേ? അവൾ പുരികങ്ങൾ പൊക്കി അവനെ നോക്കി. ഒന്നുമില്ല. കാലത്തെ കണ്ട സ്വപ്നത്തിൻ്റെ തനിയാവർത്തനം പോലെ അവൻ ചുമലുകൾ ഉയർത്തി. എങ്കിൽ വായും പൊളിച്ചു നിൽക്കാതെ വാ ഇങ്ങോട്ട്, പോയി വന്നിട്ട് പണിയുണ്ട്. അവൾ തിരിഞ്ഞു നടന്നതും അവനും പുറകെ ഇറങ്ങി. അമ്മമ്മയൊഴിച്ച് എല്ലാവരും താഴെ ഹാളിൽ ഉണ്ടായിരുന്നു. താമി കുഞ്ഞിന് കുറുക്ക് കൊടുക്കുന്നുണ്ട്. ശരത്തേട്ടനും അമ്മാവനും സെറ്റിയിലിരുന്ന് പത്രം വായിക്കുന്നു. അമ്മായി അടുക്കളയിലാണെന്ന് തോന്നുന്നു. പടികൾ ഇറങ്ങി വരുന്ന അവരെ കണ്ടതും എല്ലാവരും മുഖമുയർത്തി. ചിറ്റയുടെ വാവക്കുട്ടി പാപ്പൻ ചിഞ്ഞുവാണോടാ. താമിയുടെ അടുത്ത് ചെന്ന അമ്പൽ കുഞ്ഞിൻ്റെ കവിളിൽ പിടിച്ച് കൊഞ്ചിച്ചു. മുളച്ചു തുടങ്ങിയ കുഞ്ഞരിപ്പല്ലുകൾ കാട്ടി കുഞ്ഞ് അവളെ നോക്കി ചിരിച്ചു. പോയിട്ട് വേഗം വന്നേക്കണം. എല്ലാവർക്കും ഇന്ന് കാലത്ത് ഇവിടെയാ ഭക്ഷണം. അവരൊക്കെ ഇപ്പോൾ വരും. അമ്മാവൻ ഇന്നലത്തെ ആ ചുരുക്ക് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ മഹി പതിയെ പറഞ്ഞു.
നിങ്ങളെന്തോന്നിനാ മനുഷ്യ ആ പിള്ളേരെ വെറുതെ പേടിപ്പിക്കുന്നേ? അടുക്കളയിൽ നിന്നും ആ സമയം അങ്ങോട്ടേക്ക് വന്ന ലക്ഷ്മി അമ്മായി ചോദിച്ചു. പിള്ളേര് രാധയത്തിലേക്ക് കൊണ്ടുചെന്ന് ആക്കും മുന്നേ ഒന്ന് ഒതുക്കി നിർത്തിയില്ലെങ്കിലേ രണ്ടും കൂടി ആ വീട് പൊളിച്ചെടുക്കും. ബൈക്ക് സ്റ്റാർട്ടായ ശബ്ദം കേട്ട് പുറത്തേക്കൊന്ന് നോക്കിയിട്ട് ജിനൻ പറഞ്ഞതിന് ചിരിയോടെ തലകുലുക്കിക്കൊണ്ട് ലക്ഷ്മി തിരികെ അടുക്കളയിലേക്ക് പോയി. ശ്രീകോവിലിന് മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ ആമ്പലിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട് മഹിയുടെ മനസ്സ് അസ്വസ്ഥമായി. ചെറുപ്പം മുതൽ എന്തു കാര്യങ്ങൾക്കും പരസ്പരം വഴക്കടിക്കുമെങ്കിലും അതൊന്നും ഒരിക്കലും അവൾ കരയുന്നത് വരെ എത്താറില്ലായിരുന്നു. മറ്റുള്ളവർ അവളെ വിഷമിപ്പിക്കുന്നതും അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. തല്ലുപിടിക്കുന്നതിനിടയിൽ അനിച്ചേച്ചിയോ താമിച്ചേച്ചിയോ അവനെ സപ്പോർട്ട് ചെയ്ത് അവളെ വഴക്കു പറയാൻ തുടങ്ങുമ്പോൾ അവൻ തന്നെയാണ് അവളെ രക്ഷിച്ചിരുന്നത്. പക്ഷേ അടുത്ത നിമിഷം മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് രണ്ടും കൂടി വഴക്കിടുകയും ചെയ്യും. അവളുടെ നനഞ്ഞ കണ്ണുകൾ കണ്ടതിൻ്റെ അസ്വസ്ഥതയോടെ അവൻ പ്രാർത്ഥന മതിയാക്കി അമ്പലത്തിന് പുറത്തേക്കു നടന്നു. അല്പനേരത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ആമ്പൽ പ്രാർത്ഥന കഴിഞ്ഞ് വെളിയിലേക്ക് വന്നത്. ആൽത്തറയിൽ ചാരി അകലെ കാണുന്ന മലനിരകളുടെ ഭംഗി ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു മഹി. മഞ്ഞിൻ കണങ്ങളിൽ തങ്ങി നിന്നിരുന്ന പുൽനാമ്പുകളിൽ മെല്ലെ ചവിട്ടി നടക്കുമ്പോൾ കാലടികളിൽ അനുഭവപ്പെടുന്ന കുളിർമ ആസ്വദിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് എത്തിയ അവൾ ചോദിച്ചു, പോകാം? അവൻ തലകുലുക്കി. അവൾ ബൈക്കിനടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതും അവൻ വിളിച്ചു, ആമ്പു. അവൻ അവളെ അങ്ങനെ വിളിക്കുന്നത് അപൂർവമായിരുന്നു. തിരിഞ്ഞു നോക്കിയ അവളുടെ കണ്ണുകളിൽ ആശ്ചര്യം തിരതല്ലി. അവൾ തിരിഞ്ഞു നിന്നപ്പോൾ അവൻ അവളെ അടുത്തേക്ക് വിളിച്ചു. അടുത്തേക്കു ചെന്ന അവളെ തോളിൽ പിടിച്ച് ആൾത്തറയിലേക്കു ചാരിയിരുത്തിയിട്ട് അവൻ ചോദിച്ചു, എന്തിനാ നീ ആ നടക്കൽ നിന്ന് കരഞ്ഞത്? അതിനു മറുപടി പറയാതെ അവൾ ദൂരെ കാണുന്ന പാടത്തേക്കു നോക്കി നിന്നു. സൂരജിനെ നിനക്ക് വല്ലാതെ ഇഷ്ടമായിരുന്നല്ലേ? അവൻ്റെ ചോദ്യം കേട്ട് അവളുടെ ചുണ്ടിൽ പുച്ഛം കൊണ്ട് കോടിയ ഒരു ചിരി വിരിഞ്ഞു. ഒരു നെടുവീർപ്പോടെ അവൾ പറഞ്ഞു, ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോഴത് മറക്കാൻ ആഗ്രഹിക്കുന്നൊരു ഭൂതകാലം മാത്രമാണ്. ആ ഓർമ്മകളിൽ നിന്റെ മനസ്സിപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണോ? പറിച്ചെറിയാൻ ശ്രമിക്കുമ്പോഴുള്ള വേദനയാണോ നിന്റെ ഈ കണ്ണുനീർ? ഹേയ്, അല്ലടാ. ഇപ്പോൾ അതൊരു മരവിപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവരെയും പറഞ്ഞു പറ്റിച്ചല്ലോ എന്നോർക്കുമ്പോഴാണ് ഒരു വിഷമം. അതുമാത്രമല്ല, നിനക്കും ഞാൻ കാരണം പ്രശ്നമായില്ലേ? ഓ, അതത്ര കാര്യമാക്കണ്ട. എന്തായാലും എന്നെങ്കിലും ഒരു കുരിശ് പെടലിക്കാകും. അപ്പോൾ അറിയാവുന്നൊരു കുരിശാവുമ്പോൾ അത്രയും കുഴപ്പമില്ലല്ലോ. അവളുടെ കണ്ണുകൾ കൂർത്തത് കണ്ട് അവൻ അവളുടെ അടുത്തു നിന്നും മാറി നിന്ന് ചിരിച്ചു. അതിൻ്റെ പ്രതിഫലനമെന്നോണം അവളുടെ ചുണ്ടിലും ഒരു ചിരി വിടർന്നു. എന്തായാലും ഞാനിവിടെ അധിക നാൾ ഉണ്ടാകില്ല. നീ എവിടെ പോകുന്നു? അവൻ്റെ കണ്ണുകളിൽ ആകാംക്ഷ നിറഞ്ഞു. നിനക്കറിയോ, അന്ന് സൂരജിനൊപ്പം ഹൈദരാബാദിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. ഞാൻ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിച്ചിട്ട് കുറച്ച് നാളായി. അധികം താമസിയാതെ അത് ശരിയാകും. ശരി. അപ്പോൾ നീ വെൽ പ്ലാൻഡ് ആയിരുന്നല്ലേ? അല്ലെങ്കിലും ഇവിടെ നിന്ന് മാറാൻ തന്നെയായിരുന്നു എൻ്റെ പ്ലാൻ. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഞങ്ങളുടെ ബ്രാഞ്ചിലെ ലോൺ സെക്ഷനിലൊരു സീനിയർ മാനേജറുണ്ട്, ഒരു ഗോപാലകൃഷ്ണൻ. ആളല്പം തരികിടയാ, ശല്യം സഹിക്കാൻ വയ്യ. മുഖം കറുപ്പിച്ചാൽ പിന്നെ അനാവശ്യ കുറ്റപ്പെടുത്തലുകളും. മടുത്തു. അടുത്ത ദിവസം നിന്റെ ഓഫീസിലുള്ളവർക്കും ബാംഗ്ലൂരിലെ എൻ്റെ ഓഫീസിൽ നിന്ന് വരുന്നവർക്കും വേണ്ടി ടൗണിൽ വെച്ച് നടത്തുന്ന പാർട്ടിയിൽ ഈ കോണാലകൃഷ്ണനും ഉണ്ടാകുമോ? വിളിച്ചിട്ടൊക്കെയുണ്ട്, വരുമോന്നറിയില്ല. കഴിഞ്ഞ മാസം ഞാനൊന്ന് കുടഞ്ഞതാ. ഡി, ഒരു മിനിറ്റ്. എന്താടാ? മുകളിലോട്ട് നോക്കിയ അവന് നേർക്ക് ആകാംക്ഷയോടെ അവൾ നോക്കി. എടി, ദേ ആ പോണതേ ജെറ്റാണോ അതോ ബോയിങ് ആണോ എന്ന് പറയാമോ? മഞ്ഞു തൂകിയതുപോലെ ആകാശത്തൊരു വെള്ളിവരെ വീഴ്ത്തിക്കൊണ്ട് പോകുന്ന വിമാനം ചൂണ്ടി ചോദിക്കുന്നവനെ കണ്ട് അവൾ സ്വയം തലക്ക് തല്ലി. ഹോ, ഏത് നേരത്താണാവോ ആ കീങ് തട. അവൻ്റെ കയ്യിൽ നിന്നും ബൈക്കിൻ്റെ ചാവി തട്ടിപ്പറിച്ചെടുത്ത് സാരി മുട്ടോളം ഉയർത്തി ബൈക്കിൻ്റെ മുന്നിലേക്ക് കയറിയിരുന്നിട്ട് അവൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അവൾ ബൈക്കൊന്നിരപ്പിച്ചതും മുകളിലോട്ട് നോക്കി നിന്നവൻ ഓടിവന്ന് അവൾക്ക് പുറകിലേക്ക് കയറിയിരുന്നു.
അവനെ നോക്കി പല്ല് കടിച്ചിട്ട് സൈഡ് സ്റ്റാൻഡ് മാറ്റി കാലൊന്നു കുത്തി വട്ടം തിരിച്ചെടുത്ത ബൈക്ക് അവൾ താഴെ റോഡിലേക്ക് ഓടിച്ചിറക്കി. തുടരും. കഥയുടെ അടുത്ത ഭാഗം പോസ്റ്റ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കണിൽ അമർത്തുകയും ചെയ്യണേ. See you soon.